നമസ്കാരം. അപ്പോൾ ധനുഷിന് റായൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന്റെ റിവ്യൂവിന് വേണ്ടി ചെന്നത് തുപ്പലണ്ണന്റെ മുന്നിലാണ്. എങ്ങനെയുണ്ട് തമിഴ് സിനിമയിൽ ബ്രൂസ്ലിയുടെ ഒരു ആക്ഷൻ രംഗങ്ങളും ആ ഒരു ചിത്രവും? ധനുഷാണ് 50ാമത്തെ പടം. സ്ക്രിപ്റ്റിംഗ് ആണ്, ഡയറക്ഷൻ ആണ്, ആക്ഷൻ ഒക്കെ വേറെ ലെവല്. അതുപോലെ തന്നെ ആക്ഷൻ അണ്ണന്റെ അനിയത്തിയായിട്ട് അഭിനയിച്ച ആ നടിയുടെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഒന്നിലൊന്നും മെച്ചം. അത് നമ്മളെ തിയേറ്ററിൽ പിടിച്ചിരുത്താണ്. പിന്നെ വില്ലൻ നമ്മുടെ ധനുഷേട്ടന്റെ കൂടെ കട്ടക്ക് നിൽക്കണം. രണ്ടൊരു കട്ടക്ക് ഒരു സൈക്കോ പിടിച്ച വില്ലൻ നമ്മുടെ സൂര്യ. പറയേണ്ട കാര്യമില്ലല്ലോ, അള്ളിയും വേറെ ലെവല്. പിന്നെ അതിന്റെ കൂട്ടത്ത് നമ്മുടെ ജയറാമിന്റെ മകൻ കാളിദാസൻ ഒരുപാട് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പുള്ളിക്ക് എല്ലാ പടത്തിലും ചെറിയ റോള് മാത്രമാണ്. പക്ഷെ ഇതില് അണ്ണൻ നല്ല തക്കതായിട്ടുള്ള അണ്ണന്റെ സഹോദരനായിട്ട് കട്ടയ്ക്കാണ് പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് കാളിദാസന് ഒരു നല്ലൊരു വേഷം കൊടുത്ത് കാളിദാസന്റെ കൂടെ അഭിനയിച്ച ഒരു നടനുണ്ട്. ആ നടന്റെ പേര് എനിക്ക് അറിയണം. അവരെല്ലാം ഒന്നിനൊന്നിനും. പിന്നെ അപർണ ബാലമുരളി നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപർണ ബാലമുരളി അതിഗംഭീരം അതിമനോഹരമായിട്ട് ചെയ്തു. അതിൽ പിന്നെ എടുത്തു പറയാനായിട്ട് ഈ പടം നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ നമുക്ക് ഒരുപാട് സെന്റിമെന്റ്സ് ആയിട്ടാണ് നമുക്ക് കയറി തോന്നുന്നത്. അതുപോലെ ഇടയ്ക്ക് വെച്ചുള്ള ആ ഫൈറ്റ് അണ്ണം സൈലന്റ് മാസാണ്. ശരിക്കും ആക്ഷൻസിന് ഒത്തിരി പ്രാധാന്യം നൽകുന്ന ഈ ഒരു ചിത്രത്തിൽ ധനുഷ് ഒരു സൈലന്റ് കില്ലർ ആണെന്നാണ് ഈ ഒരു പ്രേക്ഷകൻ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ധനുഷ് സൈലന്റ് മാസാണ്. അതുപോലെ തന്നെ അണ്ണന്റെ ആ ഒരു വരക്കവും പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയാനുള്ള നമ്മുടെ എ ആർ റഹ്മാന്റെ സംഗീതം അടിപൊളി. വേറെ ലെവല് അണ്ണൻ, വേറെ ലെവല്. കാരണം നമ്മളെ കണ്ണ് നിറഞ്ഞു പോകും, നമ്മളെ രോമ എണീറ്റ് നിൽക്കും. അതിഗംഭീര. എ ആർ റഹ്മാനെ വെല്ലാനായിട്ട് ആരും വളർന്നിട്ടില്ല. ഇപ്പൊ എ ആർ റഹ്മാനാണ് പാട്ടിന്റെ ഈ സിനിമയിലെ പാട്ടാണ് ഇപ്പൊ റീൽസ് ആയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വേറെ ലെവൽ. ഞാൻ റീൽസ് ചെയ്യും തരം കാണാൻ. 50ാമത്തെ ചിത്രം തന്നെയാണ്. വേറെ ലെവല് ബ്രോ, വേറെ ലെവല്. ശരിക്കും തമിഴന്മാർ നൽകിയിരിക്കുന്ന ഈ ഒരു പട്ടം, ബ്രൂസ്ലി എന്ന് പറയുന്ന ഒരു പട്ടം ഈ ഒരു ചിത്രത്തിലൂടെ ശരിക്കും 100 വോൾട്ടേജ് തന്നെ ആയിട്ടുണ്ട്. അതെ, തീർച്ചയായും 100ൽ 110 എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ധനുഷണ്ണന്റെ പടം ആക്ഷനിൽ ഒന്നിനൊന്നും മികവാണ്. പിന്നെ അതുപോലെ തന്നെ അന്നത്തെ ആക്ടിങ് അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ജീവിച്ച് കാണിക്കും. വേറെ ലെവലാണ്. അതുപോലെ നമ്മളെ മലയാള നടന്മാരുടെ ഫ്രണ്ടിലും മോഹൻലാലിന്റെ കട്ട ഫാനാണ്. എന്നാലും മോഹൻലാലിന് മമ്മൂട്ടിക്ക് ഒരു പ്രത്യേക ഒരു ബഹുമാനം കൊടുക്കുന്ന നമ്മുടെ ഒരു ചങ്ക് ബ്രോയാണ് നമ്മുടെ ധനുഷണ്ണ എന്ന് പറയുന്നത്. അണ്ണന്റെ പടം വേറെ ലെവലാണ്. കാര്യം നമുക്ക് അതിൽ കുറ്റം പറയാനായിട്ട് ഒന്നുമില്ല. ഫൈറ്റ് എല്ലാം അടിപൊളി. പിന്നെ അണ്ണന്റെ സ്റ്റോറി, ഡയറക്ഷൻ. പക്ഷെ അണ്ണ ഇത്ര ലെവലായിട്ടാണ് ഇങ്ങനെ കയറി വന്നതാണ് ഞാൻ ആലോചിക്കണം. സാധാരണക്കാരന്റെ ഒരു സ്റ്റോറിയാണ് ഏതൊരു ചിത്രത്തിൽ കാണിക്കുന്നത്. അതെ, ഒരു സാധാരണക്കാരനാണ്. നമ്മുടെ അസുരൻ പോലെ ഒരു സാധാരണക്കാരനായിട്ടുള്ള അത് അണ്ണന്റെ ആദ്യത്തെ അണ്ണന്റെ ആ പെർഫോമൻസ് ഒക്കെ വേറെ ലെവൽ തന്നെ. ചെറുപ്പകാലമൊക്കെ അഭിനയിച്ച പയ്യൻ വെടിച്ചില് രോമോ ഉണരുമെന്നാ. ആ യാറമ്മന്റെ മ്യൂസിക്കും കൂടെ അണ്ണൻ വരുമ്പോ കേൾക്കാൻ വേണ്ടല്ലേ, എന്റെ അമ്മ കാണിക്കും. എണീറ്റ് സ്വന്തം സഹോദരങ്ങളെ കൂടെ നിന്നിട്ടാണ്. അത് നമ്മളെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവൂല. നിങ്ങൾ എല്ലാവരും വന്ന് കാണണം. അത് കാണേണ്ട ഒരു ചിത്രം തന്നെയാണ്. തീർച്ചയായും കാണുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും പടം. അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി പെർഫോമൻസ് ആണ് അണ്ണൻ ചെയ്തു വെച്ചേക്കുന്നത്. ഈ ഒരു ചിത്രം തിയേറ്റർ തൂത്തുവാരം എന്നുള്ള കാര്യമാണ് ഈ തുപ്പലണ്ണൻ വീണ്ടും പറഞ്ഞിരിക്കുന്നത്. ധനുഷണ്ണനെ ഒരു ബിഗ് സല്യൂട്ട് ആണ് കൊടുക്കേണ്ടത്. അടിപൊളിയാണ്. എ ആർ റഹ്മാന് ബിഗ് സല്യൂട്ട് കൊടുക്കുന്നത്. എല്ലാവരും ഒന്നിനൊന്നിനും മികമായിട്ട്, വില്ലനും അതുപോലെ ഒന്നിനൊന്നിനും മികമായിട്ട് ചെയ്തിരിക്കുകയാണ്. ഒത്തിരി വിവാദങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന അനിരുദ്ധിന്റെ മ്യൂസിക് ആണോ എ ആർ റഹ്മാന്റെ മ്യൂസിക് ആണോ ഏറ്റവും ടോപ്പ് ലെവൽ എന്ന് പറയാൻ സാധിക്കും? അനിരുദ്ധിന്റെ മ്യൂസിക് എന്ന് പറയുന്നത് പഴയ നമ്മുടെ സോങ്ങുകളൊക്കെ എടുത്ത് അതിനെ BGM ഒക്കെ കയറ്റി പുള്ളി വേറെ ലെവലാക്കിയാണ് പുള്ളി കൊണ്ടുവന്നിരിക്കുന്നത്. ആ കോപ്പിയാണ്. അത് കോപ്പി തന്നെയാണ് കൊണ്ടുവന്നത്. പുള്ളി എല്ലാം കംപ്ലീറ്റ് ആയിട്ട് BGM കംപ്ലീറ്റ് കോപ്പി അടിച്ച് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ എ ആർ റഹ്മാന്റെ സംഗീതം എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയം നമ്മളെ ഹാർട്ട് ഇങ്ങനെ തുറന്നു വരും പോലത്തെ സംഗീതമാണ് എ ആർ റഹ്മാന്റെ. പിന്നെ അല്ലാതെ വേറെ ലെവല്. നമ്മുടെ ആടുജീവിതത്തിൽ തന്നെ ഉണ്ടല്ലേ പെരിയോൻ എന്നുള്ള സോങ് ഒക്കെ വേറെ ലെവലാക്കിയില്ല. അയാൾ മലയാളത്തിൽ വന്നു, അയാൾ ഇപ്പൊ ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുക. അയാൾ ചെയ്യുന്ന ഏത് സാധനവും വേറെ ലെവലാണ്. ആ പടം നമ്മളെ ഇരുത്തിക്കള, അയാളെ മ്യൂസിക് കൊണ്ട് നമ്മളെ ഇരുത്തിക്കള, നമ്മളെ കണ്ണ് നനയിച്ചളായി. തീർച്ചയായിട്ടും ഈ ഒരു പ്രേക്ഷകൻ പറയുന്നത് എ ആർ റഹ്മാന്റെ മ്യൂസിക് വേറെ തലം, വേറെ ലെവൽ എന്നുള്ളതാണ്. ഒത്തിരി പേർ ഈ പറഞ്ഞ എ ആർ റഹ്മാന്റെ വീഡിയോസിന് താഴെയായി ഒരു മോശവത്തായ ഒത്തിരി കമന്റ്സുകൾ ഇടാറുണ്ട്. എ ആർ റഹ്മാൻ വെറുതെയാണെന്നുള്ള മൈൻഡ്, അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? വെറുതെയാണെന്നുള്ളത് ഈ പടം കാണുമ്പോൾ മനസ്സിലായും. ഈ പടത്തിന്റെ പാട്ടുകൾ ഇറങ്ങിയല്ലോ. ഈ പാട്ടുകൾ ഇറങ്ങിയപ്പോൾ അതിപ്പോ റീൽസ് ആയിട്ട് വമ്പ ഹിറ്റായിട്ട് ആ റീൽസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ ആ ഒരു വരി കേൾക്കുമ്പോൾ ഞാൻ തന്നെ രാവിലെ എത്ര പ്രാവശ്യം അത് കേട്ടെന്നറിയാം. എത്ര പ്രാവശ്യം. വേറെ ലെവൽ ബ്രോ. അതിനെ വെല്ലാനായിട്ട് ആരും വളർന്നിട്ടൊന്നുമില്ല. എ ആർ റഹ്മാനെ വെല്ലാൻ ആരും വളർന്നിട്ടില്ല. ബ്രൂസ്ലിക്ക് ഒരു ബിഗ് സല്യൂട്ട്. തീർച്ചയായിട്ടും തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ നൽകിയ ആ ഒരു പട്ടം, തമിഴ് ബ്രൂസ്ലി എന്ന് പറയും ധനുഷിനെ ആ ഒരു അഭിസംബോധന ഈ ഒരു പ്രേക്ഷകൻ കൂടി വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു നല്ലൊരു ചിത്രം എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണും. ഈ ഒരു വീഡിയോന് താഴെ കമന്റ് ഇടുക. തീർച്ചയായിട്ടും ഐ ആം വെയിറ്റിംഗ്.